blessed moment to എനിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിനോട് കൂടെ താമസിക്കാനും നമ്മുടെ സ്നേഹമൊക്കെ പങ്കുവെക്കപ്പെടാനും ഒക്കെ ദൈവത്തോട് ചെയ്തു. ആ കുടുംബത്തെ വീണ്ടും ദൈവവിദേശം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I would like to thank Pastor Xavier and his family. I was able to spend time with them and let the Lord bless his family. വർഷങ്ങൾക്ക് ശേഷം പ്രിയ പാസ്റ്ററോട് ഒരുമിച്ച്, പ്രിയ വർഗീസ് പാസ്റ്ററോട് ഒരുമിച്ച് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ കർത്താവ് നൽകിയത്. I would like to thank Lord for the 1-2 meetings He's given, especially meeting Pastor Binu after a long time and Pastor Verghese as well. ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ എല്ലാ സെക്ഷനുകളിലും ഒരുമിച്ച് കർത്താവ് ഉയർത്തുവാൻ അവസരം ഒരുക്കി. ചർച്ചകളുള്ള എക്സിക്യൂട്ടീവ്സ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. So I would like to thank all the executives and Pastor Brother Ticho as well. Okay, ഇന്ന് പകലിൽ കർത്താവിൻ്റെ മേശ നമ്മൾ അനുഷ്ഠിച്ചു. ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ സ്മരിക്കാനിടയായി. അതുമായിട്ട് ഏറ്റവും പ്രസക്തമായൊരു ബോധ നിങ്ങളുമായി ഇന്ന് പകൽ പങ്കുവെക്കാൻ തുടങ്ങുകയാണ്. So we were able to recognize the love of Jesus through the Lord's table today, and I would like to say a message about that. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. John chapter 21 verses 15. വാക്യം ഇങ്ങനെയാണ്: യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. So Jesus said to Simon Peter, Simon son of Jonah, do you love me more than these? നമ്മുടെ കരങ്ങളെ Let us raise our hands. അതിന് തുറന്നു സ്തോത്രം പറഞ്ഞു. Let us open our mouths. എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാ സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവരും അപ്പൊ വലിയ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് കുഞ്ഞോട് സംസാരിക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ നമുക്കെല്ലാവർക്കും പരിചിതനാണ്. ചേർന്നിരുന്ന നാഥന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞ ഒരു ക്രിസ്തു ഭക്തനായി. So he was a lover of Christ and he was more close to Jesus. കർത്താവിന്റെ മാർഗോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്നാ ഗുണം എന്ന് ചോദിച്ചാൽ ശത്രുവിന് തൊടാൻ പറ്റില്ല. അതാണ് പ്രധാന കാര്യം. So the importance of staying close to Jesus is that Satan cannot touch you. ഡൊമിഷ്യൻ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും തൊടാൻ പറ്റില്ല. പത്മോസിലേക്ക് എറിഞ്ഞിട്ടും ചിരിച്ചു തിരിച്ചു. So when Domitian tried to put him in the burning oil, he was not killed, and even he was sent to Patmos, but nothing. സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് ഞാൻ കിടക്കാം. With regard to John, I would like to say 2 things, and then we can come to this. യോഹന്നാന്റെ യാക്കോബിന്റെയും പിതാവിനെ നിങ്ങൾക്കറിയാം. അമ്മയുടെ പ്രത്യേക പേര് സലോമി. So we know the mother Salome, who is the mother of James and John. ആഗ്രഹമേ കർത്താവിനോട് പറഞ്ഞോളൂ, എന്റെ കൊച്ചുങ്ങള് വലിയ ആൾക്കാരാണ് പറഞ്ഞില്ല, എന്റെ ഇടത്തും വലത്തും എന്റെ പിള്ളേരില്ല. She just said one desire to Jesus, and that was my son should be on the right and left hand of Jesus. സത്യം പറഞ്ഞാല് ഇളയ കൊച്ചനുണ്ടല്ലോ ആദ്യം പോയത് അവനാ. So the youngest one went first. അവനായിരുന്നു ആദ്യത്തെ രക്തസാക്ഷി അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ. So he was the first martyr among the disciples of Jesus. മറ്റേ പുള്ളിയാണ് അവസാനം. And the other one he went last. നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, പൗലോസ് പറഞ്ഞൊരു വാക്ക്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ഒരുത്തൻ മരിച്ചു കാണിച്ചു കൊടുത്തു, മറ്റൊരാൾ ജീവിച്ചു തെളിയിച്ചു. So one was living and one died. For to be to is Christ and die is good. നമ്മുടെ ഇവിടെ മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാന്ന് ചോദിച്ചാല്, കർത്താവേ, ക്രിസ്തുവിനെ കച്ചവടച്ചരക്കാക്കുന്ന ഈ തലമുറയിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു എന്നും മരിക്കുന്നെങ്കിൽ ലാഭമെന്നും പറയുന്ന തന്റെ ജനറേഷനെ കർത്താവ്. So the parents here should pray that my children should be where to live for Christ, and for die for Christ is gain, even when in the generation where they selling Christ. എഴുത്തുകാരനുള്ള രീതിയിൽ യോഹന്നാന്റെ പ്രത്യേകത, സുവിശേഷം എഴുതിയവരുണ്ട്, ലേഖനങ്ങൾ എഴുതിയവരുണ്ട്, പ്രവചനങ്ങൾ എഴുതിയവരുണ്ട്. പക്ഷെ സുവിശേഷവും ലേഖനവും പ്രവചനവും എഴുതാൻ ഭാഗ്യം കിട്ടിയത് യോഹന്നാനാണ്. So John was the only person who was able to write about the prophecy, about the epistles and all. യഥാർത്ഥത്തില് ഈ 3 പുസ്തകം എഴുതിയത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ 3 പുസ്തകങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടെങ്കിലോ മുഴുവൻ എഴുതി വെച്ചത് യേശു സ്നേഹമാണ്. So the 3 books he's written, he's mentioned about Jesus being the love. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരാള് 3-30 പുസ്തകം എഴുതട്ടെ, പക്ഷെ പ്രമേയമല്ല ഒന്നാണെങ്കിൽ ബോറടിക്കില്ലേ? So if a person writes maybe 3 to 30 books, but if it is the same content, it can be bored. എനിക്ക് ഈ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര്
യേശുദേവൻ. So Pastor likes a book in Malayalam and it is called Yeshudevan. ആ പുസ്തകം എഴുതിയത് KP കേശവൻ എന്ന് പറഞ്ഞ ഹൈന്ദവ പണ്ഡിതൻ. So it was written by a Hindu scholar. അപ്പൊ അദ്ദേഹം യേശുവിനെ ദൂരെ നിന്ന് കണ്ടു കേട്ട് അറിഞ്ഞ് യേശുവിനെ കുറിച്ച് എഴുതിയത്. So he wrote this book with what he heard about Jesus. അപ്പൊ എല്ലാം എഴുതിയ ശേഷം അവസാനം ഇത് എഴുതിയതിനെ കുറിച്ചൊരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതുപോലെ പറയാം. So he wrote about the experience of writing that book. അത് പറയുന്നത് യേശുവിനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഇത് എഴുതി തുടങ്ങിയത്. So he said, I started to write this book because of my love for Jesus. പക്ഷെ എഴുതി മുമ്പോട്ട് പോയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയ മറ്റു പല കഥാപാത്രങ്ങളെ പോലെ ഒരുവനല്ല യേശു. He said that when he started writing, he understood that Jesus was not the other characters he wrote in the book. പറഞ്ഞു എഴുതി മുമ്പോട്ട് പോയപ്പോ എനിക്ക് തിരിച്ചറിഞ്ഞു ചരിത്രത്തെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നില്ല. So he understood that there is no person going to live and going to be born like Jesus. അവസാനത്തെ വരി അത് എഴുതിയിരുന്ന അതുപോലെ പറയാം. ഞാൻ ഈ വരികൾ എഴുതുന്നത് കണ്ണീരോടാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ കുറിച്ച് എഴുതാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ എഴുതുന്നത് യേശുവിനെ കുറിച്ച്. He decided I'm only going to write about one person, and that's going to be Jesus. ഞാനേ ഇത് കേട്ടപ്പോൾ നല്ലൊരു സ്വതന്ത്രമൊക്കെ പ്രതീക്ഷിച്ചാൽ കാര്യം ഈ ദൂരെ നിന്ന് യേശുവിനെ കുറിച്ച് അറിഞ്ഞവൻ പറയാണ് അവന് പകരം വെക്കാൻ ഒരാളില്ലെന്ന് പറയുന്നതിൽ അനുഭവിച്ചവർക്ക് യേശുവിനെ ആരാധിക്കാൻ ഈ സ്വന്തം വഴി. പാസ്റ്ററുടെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ ജൂനിയർ. പാസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ടു പാസ്റ്റർ ഐ ആം ജൂനിയർ. So compared to Samuel pastor, pastor is junior. പാസ്റ്റർ 25 വർഷമായിട്ട് പ്രസംഗിക്കുന്നത്. So pastor has been ministering for 25 years. എന്നെ ചെന്നൊരു 10,000 പ്രസംഗിച്ചിട്ടുണ്ടാവും. So about 5,000 messages he must have preached. ഇപ്പൊ ചോദിക്കോ കഴിഞ്ഞിട്ട് ചോദിക്കട്ടെ ഇത്രയൊക്കെ പ്രസംഗിച്ചില്ലയോ മടുത്തില്ലയോ പാസ്റ്ററേ എന്ന് ചോദിച്ചാൽ പറയാൻ പോകുന്ന ഉത്തരം മക്കളെ ഇത് മടുക്കുന്ന സാധനമാണ്. This is not something that we get bored of. അവരൊക്കെ പക്ഷേ അത് ഇപ്പം വിളിക്കുമ്പോൾ ആവേശമുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടോ ആ വിളിക്കുമ്പോൾ ആവേശമുണ്ട്. പിന്നെ വിചാരിക്കുകയോ ഈ വിളിക്കാൻ ഇടയാളില്ല. പക്ഷെ ഇത് പ്രസംഗിച്ച് തുടങ്ങിയിട്ട് എന്റെ കാര്യം പറഞ്ഞ ജൂനിയറാണ്. 7 വർഷം ആയിട്ടുള്ളൂ. ഒരു ദിവസം പ്രസംഗിച്ചില്ലേലേ ഉള്ളൂ മടുപ്പ്. പ്രസംഗിക്കുന്നോറും ആവേശം. So pastor has been preaching for the 7 years and every time he preaches he's more excited and not bored. അപ്പം നമ്മുടെ പാട്ടുപാടുന്ന സഹോദരനോട് ചോദിച്ചേ അവര് പാടുമ്പോൾ അവരുടെ അകത്തുള്ള ആവേശം എന്താ? പാടുന്നത് യേശുവിനെ കുറിച്ചാണ്. Look at our brothers who are leading the worship. They're singing about Jesus and they're excited about it. ഞാൻ എന്നോട് ചോദിക്കാണ് ഒരു 3 ലക്ഷം സ്വതന്ത്രം ഉണ്ടാവും. സ്വതന്ത്രം പറയുന്നവരുടെ കാര്യം വാപത്തിരിക്കുന്ന കശിയുടെ കാര്യം അല്ല പറഞ്ഞത്. സ്വതന്ത്രം പറയുന്നവരോട് ചോദിക്കാണ് 3 ലക്ഷം സ്വതന്ത്രം പറഞ്ഞില്ല. ഏറ്റവും പറഞ്ഞത് 30 ലക്ഷം പറഞ്ഞാലും മടുപ്പോ. You will go to say stotram the more you say. ആരാധിച്ച് പഴുതവരാരും ആരാധിച്ച് ഞാൻ ടയറായി ഇനി വയ്യ എന്ന് ചിന്തിക്കുന്ന ആരുണ്ടോ? പ്രായം കൂടിയാലും ആരാധിക്കുന്നവരും ആവേശം, സ്വന്തം പറയുന്നവരും ആവേശം, ഉയർത്തുന്നവരും ആവേശം. അങ്ങനെ നാമം യേശുവിന്റെ നാമമാണെങ്കിൽ ആ കരമം അടിച്ച് ഒന്നുകൂടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് ഒരുമിച്ച് യേശു ഗലീല കടൽപ്പുറത്തേക്ക് വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു ചോദ്യമാണ് നമുക്ക് വായിച്ചത്. So we read the question that Jesus is talking to Simon Peter when he's by അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് നമ്മുടെ തനി മലയാള ഭാഷയിലാണ്. In Malayalam. പത്രോസിനോട് ചോദിച്ചു എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആദ്യ ചോദ്യം. So first question to Peter was, do you love me? അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ എടുത്തിയാടി പറഞ്ഞു എന്റെ ചങ്കല്ലേ ഭയങ്കര ഇഷ്ടം. So in the young people's language he said, yes, you are my favorite. പക്ഷേ കർത്താവ് വിട്ടില്ല. But Jesus didn't leave him. മുഖത്തോട്ട് നോക്കി അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിച്ചു സത്യമായിട്ട് ഇഷ്ടമാണോ? He asked a second time, do you really love me? അപ്പോഴും പറഞ്ഞു കർത്താവ് എന്നെ പറഞ്ഞാ 3.5 വർഷമായിട്ട് കൂടെ നടക്കുമല്ലേ ഇഷ്ടമില്ലായിരിക്കും. He said, 3.5 years I'm with you, Jesus, and did I not love you? സത്യം പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞു എന്നാൽ ഒരു മര്യാദയില്ല. മുഖത്ത് നോക്കി പറയാണ് ഇഷ്ടമാണ്. And without even realizing that he denied, he is telling that he loves Jesus. കർത്താവ് വിട്ടില്ല. Jesus പിടിച്ചു നിന്ന് വീണ്ടും ചോദിച്ചു പത്രോസേ സത്യം പറ നിനക്ക് എന്നോട് ഇഷ്ടമാണ്. Again he asked, tell me the truth, do you love me? അപ്പോഴാണ് പുള്ളിക്ക് കത്തിയത്. ഈ
ഇഷ്ടമാണ് 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 1000 വട്ടം പറഞ്ഞു. അത് ഹൃദയത്തിന്റെ ആൾത്തലങ്ങളിലെ സ്നേഹത്തിന്റെ ആവലിയാൻ കഴിയുന്നവരാണ് ക്രിസ്തു. He understood that the God who is standing in front of him, he knows the word for the love of Jesus. ഈ ദൂത് വിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം പറയും. നേരത്തെ ഒരു കരച്ചിൽ കഥകളുണ്ട്, അതിനേക്കാൾ പൊട്ടിക്കരയുണ്ട്. ഇത് മനസ്സിലായി. He cried with a broken heart. കാരണം ഈ കർത്താവ് ഇവന് വേണ്ടി ചെയ്തതൊക്കെ ഓർത്താൽ, ഇവൻ തിരിച്ചു ചെയ്തത് ഓർത്താൽ കരയുള്ളൂ. So what Jesus has done for him and what he's done back, he will cry. കാരണം ഇവരാരായിരുന്നു? ഇവരുടെ കർത്താവിന്റെ കൂടെ നടന്നതോടുകൂടി ഇവരുടെ ചരിത്രം മാറി. The time he started to walk with Jesus, his history was changed. പല പടക്, അപ്പൻ, അമ്മ, വീട്, ഇതിനപ്പുറത്തൊന്നും കണ്ടിട്ടില്ലാത്തവരാ. ഒരു മാന്യതയില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം കർത്താവ് കൈയ്യേക്ക് എറിഞ്ഞത് പിടിച്ചു. അന്ന് മുതൽ ജീവിതം സ്വർഗീയ ജീവിതമാണ്. The time when Jesus took his hand, his life has changed apart from what he did before. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവിന്റെ കൂടെ നടക്കുന്നത്, കർത്താവ് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ജീവിതം ഒരു ത്രില്ലല്ലേ? ആണെന്നുള്ളവർ മാത്രം ദൈവത്തെ സൂചിക്കുക. Catching the hand of Jesus has changed your life. പിന്നെ കർത്താവിന്റെ കൂടെ നടത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടത്തിയാണ്. ഇവര് കണ്ട പോലുള്ള ദൈവപ്രവൃത്തി കണ്ട ഏതെങ്കിലും ഒരു കൂട്ട ലോക ചരിത്രത്തിലുണ്ട്. They've seen the glory of God as they walk with him. കുരുടെ കാണുന്നു, മുട്ടകൾ നടക്കുന്നു, കുറ്റങ്ങൾ ശുദ്ധമാകുന്നു, മരിച്ചവർ ഉയർത്തുന്നു. ഇതൊക്കെ കണ്ണാലെ കാണാൻ ഭാഗ്യം കിട്ടുന്നു. They got the luck to see the miracles of Jesus very closely. എന്റെ പ്രിയപ്പെട്ടവരെ, കാണുക മാത്രമാണ് ചെയ്യുക. പറഞ്ഞു, മോനെ, നീ അടിച്ചാൽ അടിയോടാ, നീ കെട്ടിയാൽ കൊല്ലും, നീ കൽപ്പിച്ച സംഭവിക്കും. പറയുക മാത്രമല്ല, കാണുക മാത്രമല്ല, ചെയ്യാനും അധികാരം കിട്ടും. They not only saw, they not only said, but they also did the miracles of Jesus. ഇന്നിപ്പോ പറഞ്ഞപ്പോ കരമൊക്കെ അടിച്ചു, നിങ്ങൾക്ക് ഒരു ആവേശമൊക്കെ തോന്നി. ഞാൻ തിരിച്ച് ഈ പുള്ളികൾ ചെയ്തത് നിങ്ങളെ ചിന്തിച്ചാൽ പത്രോസ് തിരിച്ചു കൊടുത്തു. So think about what he did back. കർത്താവ് ഏറ്റവും നിർണായക സമയത്ത് ശത്രു പിടിക്കാൻ വരുമ്പോ അടുത്തപ്പോ കർത്താവ് പറഞ്ഞു, 1 മണിക്കൂർ, 1 നാഴിക ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. Jesus asked him, can you pray for 1 hour before he was betrayed? പറ്റിയില്ല. He couldn't pray for Jesus. കർത്താവിനെ കൂടുതൽ പറഞ്ഞു, വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോവാം, നിനക്ക് വേണ്ടി വേണം ചാവാ. ഇവനെ ആദ്യം ഓടിയത്. So when he was walking with Jesus, he said, I will die for you, Jesus. ഇപ്പൊ പിന്മാറ്റത്തിന്റെ പടുകുഴിയിൽ ചെന്ന് കിടക്കുക. Now he is in the backsliding stage. എന്നിട്ടും കൈവിടാ അവിടെ ചെന്ന് ചേർത്ത് പിടിച്ചു കർത്താവിന്റെ സ്നേഹം. Even though he backslided, Jesus came back to him and walked towards him. Look at the love of Jesus. ഇത് പറയുമ്പോഴല്ലോ പത്രോസിന്റെ കാര്യം എന്താ ഭാഷയോടെ പറഞ്ഞു, നമ്മുടെ കാര്യം പറയാം. So for Peter, he's talking about us. എന്റെ കാര്യം പറയാണ്ട, നിങ്ങളുടെ കാര്യം സാക്ഷ്യം പറഞ്ഞു. മീനാട്ടില്ലായിരുന്നു. He had the sting of the fish. ഒരു മനുഷ്യനും ദൈവമാണ് പുറംപറമ്പിൽ എണ്ണപ്പെട്ട നമ്മളെ അവിടെ പൊക്കിയെടുത്തിട്ട് ശ്രേഷ്ഠതയാർന്ന പദവികൾ മാന്യതയും നൽകി മാനിച്ചെങ്കിൽ അത് തമ്പുരാന്റെ കൃപയാണ്. It's only by the grace of God that he had the sting of fish, but Jesus glorified him and put him in a good position. വേറെ ആരുടെ കാര്യം നോക്കണ്ട, ഈ ചർച്ചയുടെ കാര്യം എനിക്കിവിടെ ഹിസ്റ്ററി എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ അനുഭവം വെച്ച് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടവരുടെ ദൈവപ്രവൃത്തി കണ്ട വേറെ ഏതെങ്കിലും കൂട്ടം ലോകത്തുണ്ടോ? Is there any other group who's seen the same miracles that we have seen? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വർഗീസ് പാസ്റ്റർ തന്നെ അനുഭവം പറയാം. He's talking about this one experience. ഞാൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സഹോദരനുണ്ടല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോകാൻ അടൂര് ബൈപ്പാസ് ആയിട്ട് അവിടെ പോകുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ ബാക്ക് സൈഡ് കൺവെൻഷൻ നടക്കാൻ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കും. So pastor was preaching in a convention in Trivandrum. അപ്പം പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെയുണ്ടോ? Pastor asked, is there anybody who wants to pray? കുറെ പേര് മുമ്പോട്ടോ. More people came in the front. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Pastor started to pray for them. അപ്പം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോ ഒരു സഹോദരനുണ്ടല്ലോ, ഇങ്ങനെ സന്തോഷത്തോടെ പക്ഷെ കരഞ്ഞോണ്ടാണ് സ്റ്റേജിലേക്ക് കയറി പ്രാർത്ഥന കഴിഞ്ഞു. എന്നിട്ട് So the prayer got over, but the brother was coming with a lot of happiness to the pastor. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ കാര്യമില്ല. So pastor asked, what happened? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ തിരിച്ചു വരിക. So he said, I'm coming from Trivandrum Medical College. കാലിന് രണ്ടും പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കേട്ടത് നെഗറ്റീവ് വാർത്ത.
I had problem with my legs. I went to the hospital and I തകർന്നാണ് മനുഷ്യൻ വരുന്നത്. തകർന്നാണ് വരുന്നത്. I'm so broken hearted. അപ്പം ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴാണെങ്കിൽ ദൈവിക സന്ദേശം ഇങ്ങനെ കാതിൽ കേട്ടു. So when I came to the petrol pump to get petrol in my car, that's when I heard the word of God. അതെന്റെ ബ്രദർ വണ്ടി ഓടിക്കുന്നു, വണ്ടി സൈഡിൽ നിർത്താം. My brother was driving the car. I asked him to park the car. എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. അദ്ദേഹം കാറിനകത്ത് ഇരുന്നിട്ട് രണ്ട് കൈയും കാലിൽ അമർത്തി പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. So when Pastor asked him to come forward, he was catching both his hands to the legs and praying. അദ്ദേഹം പറയാണ്, കാലിൽ നിന്ന് എങ്ങനെയാണ് എന്തോ ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് ഫീൽ. I felt like something was coming out from my leg. കാലിന്റെ ഫോറയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല. So when he started to press his leg, there was no problem. സഹോദരനോട് പറഞ്ഞു ഡോർ തുറക്കാൻ പറഞ്ഞു. He asked his brother to open the door. കാലെടുത്ത് പുറത്തോട്ട് വെച്ചു. He kept his leg outside. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു. Took the second step. നടന്ന് കയറി പോയി. So he started walking and came to the car. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഇടയിലല്ല ഉള്ളൂ. It all happens in our lives. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ കാണാൻ ഭാഗ്യമുണ്ടോ? ഇത് കഴിഞ്ഞ നാളുകളിൽ ആ മനുഷ്യനോട്ട് വിടുതലോട്ട് ദൈവത്തെ സ്തുതിക്കണ്ട. പക്ഷെ കഴിഞ്ഞ നാളുകൾ ദൈവസന്നിധി കടന്നു വന്നിട്ട് അത്ഭുതത്തിന്റെ പ്രവർത്തികൾ കണ്ടാലെ കണ്ട് പ്രിയപ്പെട്ടവരെ തുടങ്ങി. ചെയ്യാനും അധികാരം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്ര ദൈവപ്രവർത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പത്രോസ് ചെയ്തതുപോലെ നമുക്ക് കർത്താവ് ചെയ്യും. പക്ഷെ തിരിച്ചെന്താ ചെയ്യുന്നത് നിങ്ങളത് ചിന്തിച്ചാൽ ഞാൻ പ്രതികൂട്ടോട് കയറിയിട്ടായി പറയുന്നത് ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞു പറയാം. ഒരു 2 മണിക്കൂർ മര്യാദയ്ക്ക് സഭായോഗത്തിന് വന്ന് ഇരിക്കാൻ കഴിയാതെ ഏകാഗ്രമായിട്ട് ഇരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മൾ എന്നെ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജാതി രാജാവായ കർത്താതി കർത്താവായ ഇറങ്ങി വരുമ്പോ ആ ഭയം പുറത്തു പോയിട്ട് നിർവികാരമായി തീർന്നാൽ നമ്മൾ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ അകത്ത് വരുമ്പോൾ നമ്മൾ കൈയടിക്കും, വെള്ളം ഉണ്ടാക്കുന്നതൊക്കെ ശരിയാണ്. പത്രോസിന്റെ കാര്യം പറഞ്ഞത് വേണമെങ്കിൽ ചാവാണ്, വേണമെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഞാൻ ജയിലിൽ പോകാം. പക്ഷെ ഒറ്റയ്ക്കായപ്പോ ഓടിയത് പോലെ ജീവിതത്തിൽ ഇവിടെ കീബോർഡ് വായിച്ച് നിങ്ങളുടെ സഹോദരൻ നന്നായിട്ട് വായിക്കുന്നത് കുഴപ്പമില്ല. എനിക്ക് വായിക്കാൻ പ്രയാസമാണ്, എനിക്കിത് അറിയില്ല. പ്രസംഗിക്കുന്ന പ്രയാസമുണ്ട്. ഇവിടെ ഞാനല്ല, ഇവിടെ ആരായാലും അരമണിക്കൂർ കത്തിക്കാനുള്ള വകയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പ്രസംഗിക്കാൻ പാടുക, കീബോർഡ് വായിക്കുന്നതൊന്നും വലിയ പ്രസ്കാരമുള്ള കാര്യമില്ല. കൂട്ടത്തിൽ പഠന ആൾക്കാരില്ല, ഒട്ടും അറിയത്തില്ലെങ്കിൽ ചുണ്ണനക്ക് നമ്മൾ എനിക്ക് അറിയത്തില്ല കൂടെ പാടുന്നത്. അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ കർമ്മലിന്റെ മലമുള്ള ഒറ്റയാണ്. ഒരു മനുഷ്യന്റെ കൂടെ നിന്ന് ജൈവിക്കാം, ഒരു മനുഷ്യന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഞാൻ തെയ്യമില്ലാതെ കാണിച്ച തന്നെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയപ്പെടും. പിന്നെ എത്ര പ്രാവശ്യം പിന്മാറ്റത്തിൽ പോയാൽ ആരും കയറൊന്നും ചേർത്തണ്ട. കര ചേർത്താൻ പോലെ ഞാൻ ആദ്യം വെച്ചത് അല്ലേ. മുടിയനായ പുത്രന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ മുടിയനായ പുത്രനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് സത്യം പറഞ്ഞാൽ പ്രോഡിക്കൽ. കാരണം ഈ പുള്ളി ഒരു ദിവസം പോയി തിരിഞ്ഞ് വന്നു. നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടോ? ഉപവാസപ്രാർത്ഥന വരുമ്പോൾ നമ്മൾ വീഴുള്ളൂ, അത് കഴിയുമ്പോൾ നേരം താഴെ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, കൈവിട്ടില്ലല്ലോ, തകർത്തിലോ, ഇല്ലാതായി പോയില്ലല്ലോ. കർത്താവാണെന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ വിശ്വസ്തരായി പാർക്കുന്നതിലൂടെ നമുക്ക് പരാജയം സംഭവിക്കുമ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതേ സാഹചര്യങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ പല വീഴ്ചകൾ ഓർമ്മിക്കും. വിഷയങ്ങളെ തകർക്കുന്നതല്ലാതെ ചേർത്ത് സ്നേഹം ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നില്ല അറിയോ, പത്രോസോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഇഷ്ടമാണ്.
So, Pastor is saying, why this question was asked to Peter like this? ഒരു അപ്പം മോനോട് ചോദിക്കുന്ന പോലെ. It's like a father asking a son. Jesus already know the love he had for him. Why did Jesus ask him? It is always good to hear that. നമ്മുടെ ഈ മക്കളുടെ വായിനെ പപ്പാ ലവ് യു മമ്മി ലവ് യു എന്ന് പറയുമ്പോൾ ഒരു സുഖം. So when you hear your child say I love you, it is a good experience. സത്യം പറഞ്ഞ ആരാധന എന്ന് പറഞ്ഞാൽ അതാണ്. And worship is similar to that. വിരുപ്പാസ് അത് പറഞ്ഞു സ്വർഗത്തിൽ പോകാനല്ല നമ്മുടെ കൈയടിക്കുന്നതാണ്. We are not clapping hands to go to heaven. സ്വർഗത്തിൽ പോകാനല്ല കൈയടിക്കുന്നേ, നന്മ കിട്ടാനുമല്ല കൈയടിക്കുന്നേ. കൈയടിക്കുന്നതിന്റെ കാര്യം എന്നെ ചങ്കോടെ സ്നേഹിച്ച എന്റെ ഒരു പ്രിയനുണ്ട്. ആ പ്രിയനോടുള്ള സ്നേഹപ്രകടനമാണ് ആരാധന. Worship is the language that we give because we are love for Jesus. After going to heaven. എനിക്ക് ഉള്ളിലോ സ്നേഹം, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പറഞ്ഞ മാവ് സ്വതന്ത്രം പോലും പറയുന്നത് ഉള്ളിൽ സ്നേഹമുള്ളവരെ നമ്മളെ കാണാൻ. If you have love inside, you will understand when you see. അപ്പനും മോനും കൂടെ മിണ്ടത്തില്ല. കൊച്ചിനോട് ചോദിക്കുമ്പോൾ അപ്പനോട് എനിക്ക് ഭയങ്കര സ്നേഹ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. Love should be expressed. ചിലപ്പോൾ അത് കര അടിച്ചായിരിക്കും പ്രകടിപ്പിക്കുന്നത്, It can be sometimes clapping, ചിലപ്പോൾ കര ഉയർത്തിയായിരിക്കും, raising your hands, ചിലപ്പോൾ ശാന്തമായിട്ട് കരണ്ടായിരിക്കും, sometimes crying silently, ചിലപ്പോൾ അന്യഭാഷ പറഞ്ഞായിരിക്കും. sometimes praying tongues. പക്ഷെ എന്തായാലും അത് വെറുതെ ഇരിക്കും. But don't sit simply. അകത്ത് സ്നേഹം തിളയ്ക്കുന്നവർ അപ്പനെ കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ അപ്പനെ ആരാധിക്കാൻ ഒരു മടിയും വേണ്ട. We always go to worship the Lord. Don't be hesitant to worship. മക്കളായതിന്റെ പരിഗണനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. We don't receive the blessings because we are His children. ലോകക്കാരെ കരഞ്ഞ നമ്മൾ കരയുന്ന പോലെ കർത്താവ് കേൾക്കും. Will the Father hear? അപ്പാ വിളിക്കാനുള്ള പദവി കിട്ടിയത് We got the position to call Him Appa. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും മതക്കാരൻ വന്നിട്ട് അവന്റെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമേ ഉള്ളൂ പദവി. അകത്തോട്ട് വന്നിട്ട് ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാസ്റ്റർ പറയും ഇന്ന ആളെ PA പ്രസിഡന്റ് ആണോ, ഇന്ന സഭയുടെ പാസ്റ്റാണോ. എന്റെ കൊച്ചോട് വന്നിരിക്കും, ആ കൊച്ചിനോട് നിങ്ങൾ ചോദിക്കുക ആ പ്രസംഗിക്കുന്ന ആരാന്ന് ചോദിക്കുക, അങ്ങനെ പറയോ PA പ്രസിഡന്റ്. അത് പറയാം എന്റെ അപ്പനാണ്. അതാ ബന്ധം. നമ്മുടെ അപ്പന്റെ മക്കളായതുകൊണ്ടാണ് നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നേ. Because we are His children, when we cry, He listens to us. ഞാൻ എന്റെ ഭാര്യ എന്റെ കുഞ്ഞുകൂടെ കിടക്കുന്നത്. So Pastor and his wife and his son. എന്റെ വൈഫ് പറയുന്നത് ഉറങ്ങി കഴിഞ്ഞ് എനിക്ക് ഒരു ബോധമില്ല. So when they're sleeping, the pastor is not aware of what's happening. അപ്പൊ ഞങ്ങൾ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. They live in the roadside. സത്യം പറഞ്ഞാല് അവിടെ പട്ടി കുരയ്ക്കും, ഞാൻ കേൾക്കത്തില്ല. So the dogs വണ്ടി പോകും, ഞാൻ കേൾക്കത്തില്ല. The vehicles will pass, the pastor is not aware. എന്തെല്ലാം ഇടിയും മഴയും ഞാൻ അറിയില്ല. ഞാൻ ഇന്നലെ പാസ്റ്ററിനോട് നല്ല മഴയാണ്, ഞാൻ അറിഞ്ഞു. The pastor didn't know it was raining yesterday. ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഈ അപ്പുറത്തെ സാധനം കരഞ്ഞ But if his son is crying, അതിന്റെ നാളൊന്ന് ചലിച്ചാൽ ഞാൻ അറിഞ്ഞിരിക്കും. but he understands if his son is ആ കിടക്കുന്ന എന്റെ ചോര. because that's his blood. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗ്യ പദവി സാധാരണ പദവി അല്ല. Our position is not നമ്മുടെ കർത്താവിനെ അപ്പാന്ന് വിളിക്കാം. കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുമ്പോ അപ്പന്റെ കരുതൽ അനുഭവിക്കുന്ന ദൈവമകൾക്കാണ് ദൈവപ്രസവം. അതെല്ലാം നമ്മൾ പ്രാപിച്ചോളൂ. ഇന്ന് പകൽ കടന്നു വന്നു, അതിന് വേണ്ടി പറയുന്നേ. ഞാൻ പറയാ സേവന പാസ് എനിക്ക് അപ്പനെ തന്നെയാണ്. അപ്പനല്ലേ നമ്മുടെ ലോകത്തിലൊക്കെ പാസ്മാർ പറഞ്ഞിട്ടില്ല, പിതാവിന്റെ ചുമ്മാ പറയാം എന്ന് പറഞ്ഞ് നാളെ ഞാൻ വസ്തു ചോദിച്ചു വിളിച്ച തരുമോ മക്കളെ ചെല്ലും. എന്റെ കാര്യം അത് അവകാശപ്പെടുന്നത് മക്കൾക്ക് മാത്രം. നമുക്ക് ദൈവം നൽകിയ ഭാഗ്യ പദവി. മക്കളിൽ കാരുണ്യം താതനോണം, മക്കളിൽ കാരുണ്യം താതനോണം, പരത്തേരി വാത്സല്യം വാരവല്ലൂ. പരത്തേരി വാത്സല്യം Bye.
ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അബലം തുറന്ന് ദൈവത്തോട് സ്വന്തം ചെയ്യപ്പാ. മക്കളെ പോലെ ചേർത്ത് പിടിച്ച് അവരുടെ സ്നേഹമെത്ര വലുതാണ്. എന്നെ ചേർത്ത് പിടിച്ച് അവന്റെ സ്നേഹമെത്ര വലുതാണ്. Like a father is asking you, do you love me? എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്താ അറിയാം, ഒരു സ്നേഹിതൻ ചോദിക്കുന്ന പോലെ. He's asking like a friend. വായിക്കണ്ട, യോഹന്നാൻ 15:15 യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ വിളിക്കാൻ പോകുന്ന ദാസന്മാരെന്നല്ല, സ്നേഹിതരെന്ന. So in John 15:15, Jesus is telling his disciples, I'm not going to call you servants, I'm going to call you friends. സ്നേഹിതരെന്ന് വിളിക്കാൻ കാര്യം എന്റെ മനസ്സിലുള്ളതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു. Because I call you friend, because what is in my heart is in you. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു സ്നേഹിതനെ ഉള്ളത് യേശുവാണ്. അതിന്റെ കാര്യം ഞാൻ പറയാം. There is no one else like a friend like Jesus. ആരാണ് റിയൽ ഫ്രണ്ട്? John chapter 15:30. യോഹന്നാൻ 15:13 പറഞ്ഞു, ആരാണ് സ്നേഹിതൻ എന്നറിയാമോ? സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. John 15:13, greater love has no one than to lay down his life. എന്റെ സഹോദരങ്ങളെ, അപ്പം ഇത് ചെയ്തിട്ട് വന്നു നിന്നിട്ടാ ചോദിച്ചത് എന്നോട് ഇഷ്ടമുണ്ടോ? So Jesus already did this and then he's asking Peter. എന്ന് പറഞ്ഞാൽ മരിച്ച് തെളിയിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നത് ഞാനാ മക്കളെ, അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടോ? He's dead proven and he's asking, do you love me? നിങ്ങളുടെ പാസ്റ്റർ പുറത്തോട്ട് പോയി, അതുകൊണ്ട് ചോദിക്കാം. പാസ്റ്ററെ ഇഷ്ടമുള്ളവരെല്ലാം കരവേൽക്കും. All our pastor, raise your hands. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കരവേൽക്കും. നേരത്തെ തോന്നി പാസ്റ്റർക്ക് വേണ്ടി ചാകുമെന്ന് പറഞ്ഞു. Who will die for pastor? Raise your hand. അമ്മാവ പോലും കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിനുണ്ട് ഇങ്ങനെ കൈകൊക്കെ വെച്ചേക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നതാണ് കാര്യം. അങ്ങനൊന്നും ഒരു ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഭാര്യയെ കുറിച്ച് പറഞ്ഞു. പാസ്റ്റർക്കും അറിയാം, ഭാര്യ പോലും സ്വന്തം കാര്യത്തിനും ഭർത്താവിന് വേണ്ടി മരിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. കാരണം ജീവൻ തന്നത് ഭാര്യയല്ല, ഭർത്താവല്ല, പിള്ളേരുമല്ല, ജീവൻ തന്നത് കർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. ലോകത്തിന് കാര്യത്തിന് വേണ്ടി കൂടെ കൂട്ടം കാര്യം കഴിയുമ്പോൾ കറിവിട്ടില്ല. അതാണ് ലോകത്തിലെ സകല ബന്ധങ്ങളും. അല്ല, 90% ബന്ധങ്ങളുടെയും ആകത്ത് 90% of the people in this world, they just take you for their gains. പിന്നെ ചങ്കാണ് എന്റെ എല്ലാം ആണെന്നൊക്കെ പറഞ്ഞാലും മാക്സിമം കല്ലറ, അതിനപ്പുറത്തേക്ക് വരാൻ കഴിയില്ല. പക്ഷെ യേശു എന്ന സ്നേഹിതന്റെ പ്രത്യേകത കല്ലറയിൽ വഞ്ചിക്കാതെ അക്കരെ വരെ എത്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അവരാണ് ക്രിസ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു സ്നേഹിതനെ കിട്ടാൻ ഭാഗ്യം ലഭിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് കാലുപറിയില്ല. എനിക്ക് ആരെങ്കിലും ചിന്തിച്ചോ, ഒരു സ്നേഹിതൻ നിനക്ക് വേണ്ടി സ്നേഹിതനാക്കാൻ വേണ്ടി ഒറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാല് ചങ്കോടെ ചേർന്നിരുന്നവൻ കൈവിട്ടു, കൂടെ നിന്നവരെല്ലാം കൈവിട്ടു, സ്വന്തം പിതാവ് പോലും കൈവിട്ടു. എന്നറിയാമോ? ഒറ്റപ്പെട്ടത് എന്നെ സ്നേഹിതനാക്കാൻ. പക്ഷെ പാടുന്നില്ല. സ്നേഹിതരേവരും വെടിഞ്ഞാൽ അത് യേശുവിനോട് നീ പറഞ്ഞ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ ഏഴും തൻ കരത്തിൽ. എന്റെ
ആരും നിനക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും ഇങ്ങനൊരു സ്നേഹിതനെ കിട്ടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ ഓർത്ത് ദൈവത്തിന് സ്വന്തം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു പകലൊരു നൂറ് ഞാൻ പറയാം, സ്നേഹിതന്റെ പ്രത്യേകത മനസ്സ് നോക്കി സംസാരിക്കും. So the speciality of a friend is you open your heart to ഈ ലോകം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ഫ്രണ്ട് യേശുവിന്റെ ഹൃദയത്തിൽ ഉറച്ചിരുന്നത് അറിഞ്ഞേ ലോകം വിട്ട് മടങ്ങാവൂ. പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പകൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പകൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആരും സംസാരിക്കാൻ നിനക്കില്ലെങ്കിലും ഇന്ന് ദൈവശബ്ദം കേട്ടേ പോകാവൂ. സംസാരിക്കുമെന്ന ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ അതിനെ തുറന്നത് പ്രതികരിച്ചു. അബ്രഹാമിനോട് സംസാരിച്ച കർത്താവ്, ദാവീദിനോട് സംസാരിച്ച കർത്താവ്, പൗലോസിനോട് ഇടപെട്ട കർത്താവ് ഇന്ന് പകൽ സഭായോഗത്തിനകത്ത് തുടങ്ങുമെന്ന് ആ നല്ല സ്നേഹിതൻ നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തോത്രം. അപ്പോൾ അപ്പം മകളോട് ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. ഒരു സ്നേഹിതൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. പിന്നെ ചിന്തിച്ചു നോക്കി, ആരായി ചോദിക്കുന്നത്? രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ള സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദിച്ച പുള്ളി ഏതാ? അല്ല, ഇവരോട് കമ്പയർ ചെയ്ത് നോക്കി. ക്രിസ്തുവിനെ ഈ പുള്ളിയോട് കമ്പയർ ചെയ്ത് just compare Christ and this person. യേശു കർത്താവ് വിളിച്ചു, എന്റെ പുറകെ വരാൻ പറഞ്ഞപ്പോൾ ചാടിയാണ്. When Jesus asked him to follow me, he was very excited and he came. ദിവസം കഴിഞ്ഞു ചോദിക്കാൻ കണ്ടോ? After some days he's asking, what are we going to get? ഈ കടലിൽ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും വരാം. Jesus said, I will also come in the sea. കർത്താവ് പറഞ്ഞു, ചാടി വരാൻ പറഞ്ഞു. Jesus said, come. അപ്പൊ വന്നോ, പക്ഷെ നെറ്റിയെ പൊളി നടന്നു. So he came into the sea, but he was drowned. നേരത്തെ പറഞ്ഞ പോലെ കൂടെ നടന്നവൻ പറഞ്ഞു ചാകാം, പക്ഷെ ആദ്യം ഓടി. He said in the beginning that he would die for Jesus, but then he drowned. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു കക്ഷിയോട് ഒരു വാക്കിന് മാറ്റം വരുത്താത്ത സാക്ഷാൽ ദൈവമായിട്ട് ചോദിച്ചു, ഇഷ്ടമാണോ? അതൊരു അത്ഭുതമല്ലേ? It's a miracle. Jesus has asked him this question even though he denied him 3 times. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം. I will say an example so that you ഇപ്പൊ can. ഞാൻ ടിജോ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ എന്നോട് ഇഷ്ടമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ടിജോയ്ക്ക് എന്നോട് പഴയ പോലെ ഒരു താല്പര്യമില്ല. കാരണം അത്ഭുതമൊന്നുമില്ല, കാര്യം ഞങ്ങൾ അത്യാവശ്യം സമപ്രായക്കാർ. So pastor is asking brother Tilo, do you love me? And there is no doubt. അത് ഞങ്ങളോട് അതൊന്നും പറയത്തില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ. There is no doubt because they are the same age. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ എനിക്കറിയത്തില്ല, നിങ്ങൾ തീരുമാനം ചെയ്താൽ മതി. എന്നാണ് കൊട്ടാരക്കര ടൗൺ ഞാനിങ്ങനെ നിൽക്കാം. So pastor's house is in Kottarakara. അപ്പൊ ഈ പിണറായി വിജയൻ സ്ഥലത്തൊഴി പോയെന്ന് വെച്ചു. So this is the chief minister. അപ്പൊ അദ്ദേഹം ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ചവിട്ടാ വണ്ടി ചവിട്ടി. So the chief minister is seeing this pastor and telling to his driver, stop the car. പുള്ളി ഡോറൊക്കെ തുറന്നിട്ട് ഇവിടെ നടന്നു വന്നിട്ട് എന്റെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ? If you open his door and comes to pastor and asks him, do you love me? You won't ask them nothing. ചോദിച്ചാൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. Just think that he asked. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഫേസ്ബുക്കിലായിരുന്നു. If that chief minister asked pastor and he put that അന്ന് ഞാൻ സ്റ്റാറ്റസ് ഇടും. കാര്യം സംഭവിച്ചത് ചെറിയ കാര്യമല്ല. it is not a small thing that has ഒരു happened. നാട്ടുംപുറത്തുകാരനായ എന്നോട് കേരളത്തിലെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ചോദിച്ചു, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ചെറിയ കാര്യമാണ്. The chief minister was asking pastor, do you love me? Is it a small thing? അപ്പൊ ഞങ്ങളാണ് ഞാൻ കാര്യം ചോദിക്കട്ടെ, പിണറായി വിജയനെ കാണും, നരേന്ദ്രമോദിയെ കാണും, ഇംഗ്ലണ്ട് ഭരിക്കുന്ന ഇവിടുത്തെ രാജ്ഞിയെ കാണും, വലിയവരായ സകലത്തെ ഭരിക്കുന്ന കർത്താവ് എന്നെ തേടി വന്നാൽ കേൾക്കുമ്പോൾ അത് ചെറിയ കാര്യമാണ്. Is it a small thing that you have seen from God? Lord has come to search for us. നമ്മുടെ ഭാഗ്യം നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മനുഷ്യനായിട്ട് ജനിച്ചതൊരു ഭാഗ്യം. നമ്മൾ കാണുന്ന ഈ നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചതേ ഇറങ്ങി വന്നല്ല, വാക്കുകൊണ്ട്. God created this with words. വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. He created this universe with the word. ഈ ജന്തുജാലങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചത് വാക്കുകൊണ്ടാണ്. He created all this with his word. പക്ഷെ വാക്കുകൊണ്ട് നിർമ്മിച്ചവരല്ല ഇരിക്കുന്നത്. അവൻ ഇറങ്ങി വന്നു നമ്മെ നിർമ്മിച്ചു. അത് അത്ഭുതമല്ലേ? അപ്പൊ നമുക്ക് നൽകിയ വായു ഒന്ന് ചിന്തിച്ചു. നമ്മൾ പാപം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് വീണ്ടെടുപ്പ് സംഭവിക്കും.
കൊടുക്കട്ടെ എന്ന് പറഞ്ഞതല്ല. കാൽവറിയിൽ വന്നിട്ട് സ്വന്തം ജീവൻ തന്ന് നമ്മെ വീണ്ടെടുക്കണം. ഇറങ്ങി വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാലും ഞാൻ ഇവിടെ കൊണ്ട് ഞങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഒരാൾ വരുമ്പം മൈക്ക് ഇവിടെ വെച്ചിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചുറ്റിച്ചോളം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത വാല്യൂ അങ്ങനെയാണെങ്കിൽ എന്നെ നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്, എനിക്ക് നൽകിയ വില എത്ര വലുതാ. ഇത് രണ്ട് കണ്ടില്ലെങ്കിലും ഇനി ഒരു ഇറങ്ങി വരവുണ്ട്. ഇറങ്ങി വരവ് നമുക്ക് വേണ്ടി മാത്രം. മറ്റേ രണ്ട് വരവും മാനവരാശിക്ക് വേണ്ടിയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വരവ് എല്ലാവർക്കും വേണ്ടി അല്ല. കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധരെ ചേർത്ത യേശു ഇറങ്ങി വരാൻ സമയമായി. ഇത്ര വലിയ സേവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ ദൈവത്തെ സ്വന്തത്തിലേ ഒരപ്പം മകനോട് ചോദിക്കുന്ന പോലെ, ഒരു സ്നേഹിതൻ ചോദിക്കുന്ന പോലെ ചോദിച്ചു. വലിയവനായ ദൈവം ചെറിയവനായ പത്രോസിനോട് ചോദിച്ചു. എന്നെ ഇരുത്തി കരയിച്ചു. ഇതുപോലൊരു രംഗം ഉണ്ടായിരുന്നു 3.5 വർഷം മുമ്പ്. നിങ്ങൾക്ക് പറയാം ഇതുപോലത്തെ മീൻ പിടിക്കാൻ പോയിട്ട് നല്ല പണി കിട്ടിയിരിക്കുമ്പോ കർത്താവ് എന്നിട്ട് അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിന്റെ പണിയെ മീൻ പിടിക്കുന്നതല്ല, മനുഷ്യനെ പിടിക്കുന്നവനാണ്. ഇനി നീ ആ പഴയ പണിക്ക് പോലേന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നിട്ടേ. പക്ഷേ ഇപ്പം വീണ്ടും പഴയ പരിപാടിക്ക് പോയി. അപ്പൊ ഇനി ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നമ്മുടെ കൂടെ നിന്നൊരാൾ, ഇപ്പൊ ഞാനും ബിനുപാസും 2 ലീഡേഴ്സ് ആണ് വെച്ചു. ഒരാൾ എന്റെ കൂടെ നിൽക്കുകയാണ്. എന്റെ കൂടെ നിന്നിട്ട് ഞാൻ ചോദിച്ചതെല്ലാം കൊടുത്തു, എന്റെ കൂടെ കൊണ്ടുവരണം, ഒരു കുറവ് വരുത്തിയില്ല. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാൻ ഒരു ബിനുപാസ് എടുത്തു. അവിടെ ചെന്നപ്പം രക്ഷപ്പെട്ടില്ല. നല്ല പണി കിട്ടി, ഉഗ്രം പണി. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നില്ല. എനിക്കൊരു കൊച്ചു സന്തോഷം വരുത്തില്ല. നിങ്ങൾ പക്ഷെ നല്ല വിശ്വാസം, ഇതുപോലുള്ള വിശ്വാസികളെ കിട്ടുന്നത് നല്ലൊരു ഭാഗ്യമാണ്. പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഇത്രയൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ എന്റെ കൊച്ചു മനസ്സിലൊരു കൊച്ചു സുഖവും വരും. ഞാൻ വിചാരിക്കും കിട്ടപ്പെടാൻ പണി. എന്റെ കൂടെ നിന്നിട്ട് ഞാൻ ഇത്രയും കൊടുത്തിട്ട് കേൾക്കാതെ പോയാലോ കിട്ടട്ടോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. ചിന്തിക്കാൻ പാടില്ല. പക്ഷെ മാനുഷികമായിട്ട് ചിന്തിച്ചു പോകും. ചിന്തിക്കില്ലേ? ചിന്തിക്കത്തില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ പോലെ. So just think that pastor and two leaders, there's a person very close to pastor. At one point he goes to be a pastor and he gets in trouble. Will not I be happy about it? എന്നെ അത്ഭുതപ്പെട്ട കാര്യങ്ങൾ കർത്താവ് പറയുന്ന കേൾക്കാതെ കർത്താവിനെ പോയിട്ട് നല്ല ഗുണമുണ്ടായി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. 10 ഇരിക്കുമ്പോ എന്റെ കർത്താവ് പരാജയപ്പെട്ടിരിക്കുന്നവൻ അങ്ങോട്ട് പോയതല്ല, അവനെ തേടി അങ്ങോട്ട് ചെന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാതെ കയ്യിരിപ്പ് കൊണ്ടാണ് ഈ പണി കിട്ടിയത്. എന്നിട്ട് വലം നിറച്ചു കൊടുത്തു, വള്ളം നിറച്ചു കൊടുത്തു. എന്നിട്ട് വിശന്ന് കയറി വന്നപ്പോ ആഹാരം പറഞ്ഞു, മോനെ ഇനി എന്നെ സ്നേഹിക്കണം. അതെന്താ സ്നേഹം? നമ്മുടെ ചില സമയത്ത് നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ട്, ഞാൻ ഒരു ഉദ്ദേശം ഒന്നും പറയല്ല, ശ്രദ്ധിച്ചാൽ നമ്മൾ ചില അബദ്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും തീർത്തില്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പറഞ്ഞു, യഹസ്കേല് കണ്ട ദർശനത്തില് കുശവന്റെ കയ്യിലുള്ള പാത്രങ്ങൾ ചീത്തയായി പോയത് എടുത്തെറിഞ്ഞില്ല. ആ
ചീത്തയായി പോയിട്ട് പോലും അതിനെ ഒരു മാനപാത്രമാക്കി പുറത്തെടുക്കണം. നമ്മുടെ അബദ്ധങ്ങൾ പോലും ചിലപ്പോൾ ഉപയോഗിക്കും. നമ്മുടെ മിസ്റ്റേക്കുകൾ പോലും ഉപയോഗിക്കും. നമ്മുടെ അബദ്ധങ്ങൾ ഓരോ എഴുതി വെച്ച് നമുക്ക് എപ്പോൾ പലവരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ മനസ്സിലായിരുന്നു. പക്ഷെ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തില്ല, തള്ളിക്കാലില്ല. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ അമേനന്ദതിശയമേ. പരാജയങ്ങളും തോൽവികളും തെറ്റുകളും കുറവുകളും ഒരാളും സംഭവിച്ചിട്ടും നിഷേധിക്കാതെ ചേർത്ത് വെച്ച് അപ്പന്റെ സ്നേഹം എത്ര വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കരമുയർത്തി അല്പസമയം നാവുകൊണ്ട് സ്വോത്രപ്പ നന്ദിയപ്പ 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 എന്ന് പറയാൻ കഴിയുമെങ്കിൽ അത്തരം തോന്നുന്നു ഒരുമിച്ച് സ്വന്തം ഇതൊരു യുകെയുടെ കോൺഗ്രസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളുടെ അനുഭവമാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ നമ്മൾ ഞാനിപ്പോ പറയാൻ പോകുന്ന ആത്മീയത്തെ കുറിച്ചല്ല, ഭൗതികത്തെ കുറിച്ച് തന്നെ പറയാം. കർത്താവ് തല നിറച്ച് തരാത്ത, വള്ളം നിറച്ച് തരാത്ത ഒരാളും വിളിപ്പില്ല. ഓലമഞ്ഞ കെട്ടിടത്തിൽ കിടന്നവരുണ്ടെന്ന് എനിക്കറിയില്ല, ഓടിട്ട വീട്ടിൽ കിടന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു നല്ല വീട് വെക്കുമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നല്ല വീട്ടിൽ താമസം, കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ചൊരു കാലം. പക്ഷെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. കുഞ്ഞിനെ എങ്ങനെ കട്ടിച്ചു വിടുമെന്ന് ചിന്തിച്ചൊരു കാലം. പക്ഷെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. നല്ലൊരു ആഹാരം കഴിച്ച സമയം മറന്ന കൈകൊണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടം പോലെ കഴിക്കാനും കുടിക്കാനും ആസ്വദിക്കാനും ഒക്കെ ദൈവം നൽകിയെങ്കിൽ ഞാൻ നിങ്ങളുടെ അനുഭവമാണെങ്കിൽ മാത്രമേ ദൈവത്തെ ശ്രമിക്കാവൂ. ചോദിച്ചത് മാത്രമല്ല, അർഹിച്ചത് മാത്രമല്ല, യോഗ്യതയുള്ളത് മാത്രമല്ല, ചോദിക്കാത്തതും ആഗ്രഹിക്കാത്തതും നിലയ്ക്കാത്തതും ആ ഓണം മഴ തെളിച്ച് വണ്ണം തെളിച്ച് കണ്ട് അനുഗ്രഹം അനുഭവിച്ച് ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അച്ഛനെ തുറന്ന് കർത്താവിനെ ആരാധിക്കണം. ദൈവത്തിന്റെ കൃപയാണ്. പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം കൃപയെന്നല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. ചോദിച്ചതിലും നിലച്ചതിലും അർഹിച്ചതിലും ഒക്കെ ഉപരിയായിട്ട് ഞങ്ങളെ വായിച്ച ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. എന്നെ അത്ഭുതപ്പെടുത്തി ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഭാഗം അവസാനിപ്പിക്കാം. സത്യം പറഞ്ഞാണല്ലോ, ചെന്ന് കയറിയത് ഇവരുടെ പാളയത്തിലുള്ള ആരാ? ഈ അച്ചാച്ചന്മാരുടെ പത്രോസിന്റെ ഈ കൂട്ടരുടെയും പാളയത്തിലോട്ടാണ് ചെന്ന് കയറിയത്. അവിടെ ചെന്നപ്പോൾ ഇവരെ ആഹാരം കൊടുക്കണ്ടേ? പക്ഷെ ചെന്നപ്പോൾ കൺട്രോൾ കർത്താവ് പൂർണ്ണമായിട്ട് കൊടുത്തു. അങ്ങോട്ടാണ് വരുന്നത്. കർത്താവ് പ്രത്യേകത. ഞാൻ താമസിക്കുന്ന പക്ഷെ വീട്ടില എത്ര സ്നേഹമാണ് എന്ന് വെച്ചാൽ ഞാൻ അതിഥിയാണ്. എന്നോട് എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും ഞാൻ ഈ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അടുക്കളോട്ട് കയറി ഫുഡ് എടുത്ത് അങ്ങോട്ട് കൊണ്ട് വെച്ച് പാസുവ അമ്മാവ ഫുഡ് വിളമ്പി കൊണ്ടുപോകും. ഇല്ല, അങ്ങനെ വകുപ്പില്ല. പക്ഷേ കർത്താവിന്റെ പ്രത്യേകത എമോസിലേക്ക് പോവാ.
അവന്റെ വീട്ടിലായിരുന്നു മറ്റൊരു വീട്ടിൽ. പക്ഷെ വിളമ്പി കൊടുക്കുന്ന അവരല്ല, കർത്താവ്. So Jesus was taking care of the people there when he was coming. പത്രോസിന്റെ പാളയത്തോട് കയറിയിട്ടേ, പത്രോസിന്റെ പാളയത്തോട് കയറിയിട്ട് അവരല്ല കൊടുത്തത്, അങ്ങോട്ട് കൊടുക്കുക. So when he came to the company of Peter, Jesus was giving to കർത്താവ് them. ജീവിതത്തിന്റെ കൺട്രോൾ അങ്ങോട്ട് എടുത്താൽ Jesus, when he starts taking the control of your life, നമുക്ക് റിലാക്സ് ചെയ്യാം. then what will happen? പിന്നെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്, Then why should we നമ്മൾ കിടന്ന് അധ്വാനിക്കുന്നതാണ്. പക്ഷെ കർത്താവിനെ വാതിൽക്കൽ നിന്ന് മുട്ടുക. Jesus is knocking at the door. വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോ നമ്മളൊന്ന് വാതിലില്ലാതിട്ടുണ്ട് പകൽ തുറന്നതാണ്. If you open the door to Jesus, നമ്മുടെ ജീവിതത്തിലെ കൺട്രോൾ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. Holy Spirit will take the control of your life. ഇത് പറയുന്നതെന്നറിയാമോ? ആരോ പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കുകയാണ്. പലതും കൺട്രോളിലല്ല. You are in God's control. എത്ര പീക്കാണ് പ്രതിസന്ധി എന്ന് തോന്നിയാലും ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതരാണ്, ദൈവത്തിന്റെ കൺട്രോളിലാണെന്ന്. കർത്താവ് അറിയാൻ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അതിഥിയായിട്ടല്ല കർത്താവ്, കർത്താവ് ആതിഥേയം. കർത്താവ് നമ്മുടെ ജീവിതത്തെ കൺട്രോളിൽ. ഇങ്ങനെ ഒരു അപ്പനെ സേവിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടുക. ഒരേ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. ഞങ്ങൾ കർത്താവിന്റെ പേരെ വേണ്ടി അതേ സമയം കാര്യങ്ങളൊക്കെ ഞാൻ ചില മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടേ. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കൈവിട്ടോ, എല്ലാവരും. ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ ബന്ധുക്കള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെല്ലാം കൈവിടത്തി. ഞാൻ വളർന്നിട്ടുണ്ട്, വളരെ കുഞ്ഞാണ്. So pastor was a bit grown, his sister was so young. Everyone was pointing and saying, what will you do to these children? Jesus is not a debtor to anyone. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. The righteous children will not beg for നീ bread. തകരാതെയോ അനുവദിക്കില്ല. കർത്താവ് നമുക്ക് നൽകുന്ന അപാരമായ പ്രോമിസാണ്. God has great promises for you. എനിക്ക് അമ്മത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു. It was difficult to understand. അപ്പം എന്റെ വലിയ വെച്ച് നല്ല പഴയ പാട്ടുമാണ്. So grandmother used to sing a അപ്പൊ song. അമ്മച്ചി എപ്പോഴും ഞാൻ കേൾക്കാൻ വേണ്ടി പാടുന്നതായിരുന്നു. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്തെ എങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ കർത്താവിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുക. കർത്താവ് ജീവിതത്തിനകത്ത് കയറിയ പിന്നെ നിങ്ങളുടെ ഭൗതിക വിഷയം, ശാരീരിക വിഷയം, മാനസിക വിഷയം, ആത്മീയ വിഷയത്തിന്റെ കൺട്രോൾ നിങ്ങൾ പിടിക്കേണ്ട. സ്റ്റിയറിംഗ് കർത്താവ് ഏറ്റെടുക്കും. തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് എനിക്കുള്ള ദൂതാന്തമാണ് ഏറ്റെടുക്കാം. ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പ്രതികരിച്ചു. ഒരു 5-10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുള്ളൂ. ഈ 10 മിനിറ്റ് പ്രസക്തമായ ഒരു ടൈമാണ്. ദയവ് ചെയ്ത് 50 കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നത് വേറെ കാര്യം. പക്ഷെ അല്ലെങ്കിൽ 50 ഒരു 10 മിനിറ്റ് നിങ്ങൾ പിടിക്കണം. So for the next 10 minutes, please everybody sit here. കർത്താവ് ചോദിച്ചിട്ട് വെറുതെ ഇരിക്കില്ല കേട്ടോ. So Jesus asked this question. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. So 3 times he asked this and said, feed my sheep. അതിന്റെ അർത്ഥം എന്താ? Do you know what that means? 3 പ്രാവശ്യവും ഈ കാര്യം പിന്നെ ചോദിച്ചു. So 3 times he's telling the same thing. അങ്ങനെ ചോദിക്കാൻ കാര്യം ഇതുവരെ 3.5 വർഷമായിട്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്തു തുടങ്ങിയിട്ടില്ല. So 3.5 years he didn't do what Jesus has given him the responsibility. അതിന്റെ ഓരോ അർത്ഥം ഇതാണ്, മോനെ നിന്നെ ഞാൻ വിളിച്ചത് ഈ പണിക്കല്ലടാ, നിനക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ കൈവിട്ടില്ല, സത്യമാ. പക്ഷെ ചെയ്യാനൊന്നും നീ ചെയ്തിട്ടില്ല. You have not done what I have given you to do. അണ്ട് അല്പപ്രായമുള്ള ഈ കുഞ്ഞുൾപ്പെടെ ഏറ്റവും പ്രായമുള്ള പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വരെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊട്ടിപ്പാടി പോകാനല്ല, കർത്താവിന് വേണ്ടി വല്ലതൊക്കെ ആകാനാണ്. So God has called us to become something for him. ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പരിസ്ഥിതികളൊക്കെ കടന്നു വന്നതുകൊണ്ട് നാട്ടിൽ വന്ന് ഞാൻ ഈ പി വൈ കൂടെ ചോദനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കംഫർട്ട് സോണായിരുന്നു. വലിയ
കുഴപ്പമൊന്നുമില്ല. So Pastor, when you got responsibilities in PYP. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു സന്തോഷം എൻജോയ് ചെയ്ത് ഇങ്ങനെ വേദികളിലൊക്കെ പ്രസംഗിച്ച് എല്ലാവരും അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങി വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഞാനിതങ്ങ് എൻജോയ് ചെയ്തു ശരിക്കും. So Pastor, when he got all this recognition, he just enjoyed his life and just went like that. പക്ഷേ എന്റെ പപ്പ, ഞാൻ ഇന്നലെ പറഞ്ഞു, 2014 പപ്പയ്ക്ക് വലിയൊരു പ്രതിസന്ധി വന്നാണ്. 2021 അപകടമുണ്ടായതാണ്. 2023 സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ അവസാനം പപ്പ എങ്ങനെയല്ല ഞങ്ങൾ പിടിച്ചോണ്ട് വന്നാലും പിടിച്ചാടി തിരിച്ചു. So Pastor's dad, even though he had a lot of health issues, he just went to. അപ്പൊ 2023 ഞാൻ എന്റെ പപ്പയെ ഇനി അങ്ങോട്ട് വിടത്തില്ലെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് വരാൻ വേണ്ടി ചെല്ലുമ്പോ പപ്പ കിടക്കുകയല്ല. So when Pastor went to see his dad there, he was on his bed. അപ്പൊ ഞാൻ പപ്പയെ നിർബന്ധിക്കുന്നുണ്ട് വരാൻ. So he's asking him to come back. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കൊന്നാലും ഞാൻ വരില്ല. If you kill me also, I'm not coming. കൊന്നാലും ചാത്താലും ഞാൻ വരില്ല മോനെ. I will not come back. കാര്യം പറഞ്ഞ അടുത്ത വാർത്തയിൽ ഞങ്ങൾ പറയാം, നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തുകൊണ്ടാ ഗുണം? നിന്നെ കൊണ്ട് ദൈവത്തിന് എന്താ ഗുണം? So what is the purpose God has for you? നീ PYPയുടെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും നീ പോകാം. Even though you have all these positions, there's no use. നീ 10 പേര് പ്രസംഗിച്ചാലും നിനക്ക് ഒരു മാർക്കും ദൈവം തരില്ല. Even though you speak in 10 stages, God is പക്ഷെ not going to നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതല്ല. This is not the purpose God has given you. ഈ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും നീ മൂലം യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. കർത്താവ് നമ്മെ വിളിച്ച വിളിയുണ്ടല്ലോ, ആ വിളിക്കനുസരിച്ചല്ല നമ്മുടെ ജീവിതമെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. നിരാശപ്പെടുത്താൻ പറയല്ല. This is not to make you sad. ഈ മാർഗം അത്ര സുഖമായ മാർഗമല്ല. This is not an easy path. കഠിനമായ മാർഗം. It is a very tough path. ഒരു മെഴുകുതിരി കത്തി 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 രണ്ടാമത്തെ മെഴുകുതിരി ആകില്ല, മൂന്നാമത്തെ മെഴുകുതിരി ആകില്ല, കത്തി കത്തി തീരും. പക്ഷെ കത്തി തീരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ പ്രകാശമാകാൻ കഴിഞ്ഞാൽ അതിനും വലിയ നന്മയില്ല. പത്രോസേ നീ കാരാഗൃഹത്തിൽ കിടക്കുന്നത്, ഈ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരും. You will be in the prison. നിന്നെ തലകീഴായി ക്രൂശിക്കും. You will be crucified on the wrong side. നിന്നെ എല്ലാവരും കാണും. Everybody will see you. പക്ഷേ നിന്റെ ഒറ്റ പ്രസംഗത്തിൽ But in your one speech, 3000 രക്ഷിക്കും. 3,000 people will be നിന്റെ saved. നിഴല് തട്ടിയാൽ When you are shouting, people will be healed. നിനക്ക് ഞാൻ അപാരമായ വെളിപ്പാട്. I will give you great revelation. നീ ഇപ്പം നിനക്കൊരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നല്ലോ, വീഴുക എഴുന്നേൽക്കുക, വീഴുക. ഇനി അങ്ങനല്ല ജീവിതം. ക്രൂശിക്കാൻ കൊണ്ടുപോകാ എന്ന് പറയുമ്പോ എന്റെ അരിമനാഥന്റെ പാത ചുംബിച്ച് ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി ക്രൂശിക്കാൻ നീ പറയപ്പെട്ട രീതിയെങ്കിലും ഞാൻ ധൈര്യമുണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൗതികമെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാന്ന് പറഞ്ഞ് സുവിശേഷ വേല ചെയ്യുന്നവരും, ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും നാളെ രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രൊഫഷൻ അതെന്തായാലും ആ പ്രൊഫഷൻ തന്നെ കർത്താവിന്റെ നാമത്തിന് മഹത്വമാണ്. അത് പക്ഷേ ഈസി അല്ല കേട്ടോ, ഈസി അല്ല. ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരാം, ചിലപ്പോൾ തല്ലുകൊള്ളേണ്ടി വരാം, ചിലപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ടേന്ന് വരാം, ചിലപ്പോൾ നീ പ്രാർത്ഥന പറയേണ്ടി വരാം. പക്ഷെ നിന്നിലൂടെ ഈ ചരിത്രത്തിൽ ചിലതൊക്കെ ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ പ്രസംഗിക്കുമ്പോ ചില വിടുവിക്കപ്പെടുന്ന, നിങ്ങൾ ജനങ്ങൾക്കുമ്പോ രോഗി സൗഖ്യമാകുന്ന വെളിപ്പാടുള്ള ജനറേഷനെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുമ്പോ ഞാൻ തയ്യാറാണ്. ആ ദൗത്യം ഏറ്റെടുക്കുക. ഇന്ന് നിയോഗമുള്ള കാലത്തെ നമ്മൾ പാടുന്ന ഒരുപാട് ഇംഗ്ലീഷ് പാട്ടുകളുണ്ട്. അതിനകത്ത് മിക്കപ്പോഴും പാടുന്ന ഒരു വാക്കാണ് I have decided to follow Jesus, not turning back, not turning back. This is how I decided to follow Jesus,
പക്ഷെ ഇത് ഒരു UK-യോ US-യോ കോൺഗ്രസിലേക്ക് എഴുതിയത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. The song was written in Northeast India. അവിടെ ഈ പാഗൻ റിലീജിയനാണ് മരത്തെയും മണ്ണിനെയും കല്ലിനെയും ഒക്കെ പൂജിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ജീവിച്ചിരുന്നത്. So those people living there, they worship the sand, the tree, and things like that. അവിടെ ഒരു മിഷനറി വന്ന് സുവിശേഷം പങ്കുവച്ചു. So missionary came and spread the gospel. ആദ്യം വിശ്വാസത്തിൽ വന്നൊരു അപ്പൻ, അമ്മ, 2 പിള്ളേര്. So a father, mother, and 2 children came to know the Lord. പോയിടത്തെല്ലാം അവർ യേശുവിനെ കുറിച്ച് പങ്കുവച്ചു. So they started preaching the word of God. So people were delivered in groups. അവസാനം ഈ ഗ്രാമത്തിൽ വലിയ വാർത്തയായി. Then in the village, a great news came. ഗ്രാമമുഖ്യനെ ഇവരെ വിളിച്ചു വരുത്തി. So they called the panchayat. ക്വസ്റ്റ്യൻ ചെയ്തു. They questioned them. അപ്പൊ ഇത് ഏത് റിലീജിയനാണ്? What is this religion? നമ്മൾ ആരാധിക്കാറില്ലേ മരത്തെ, മണ്ണിനെ, പർവ്വതത്തെ, ഇതിനെല്ലാം നിർമ്മിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. So he said, the God who created all these things that we worship, ആ ദൈവപുത്രനാണ് ക്രിസ്തു. He's the Son of God, Jesus Christ. ഗ്രാമത്തിൽ പറഞ്ഞ അങ്ങനെ വിശ്വാസം വേണ്ട. So the chief of the village said, we don't need this faith. ഒന്നുകിൽ യേശുവിനെ റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുത്തോളാം. You accept Jesus or then you die. പക്ഷേ അവന് ഒരു സംശയമില്ല, അത് പറഞ്ഞു, ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. But this family said, if I'm going to live, I'm going to live for Jesus. പക്ഷേ ആ മതശിക്ഷ എന്ന് പറയുന്നത് വളരെ വേദന തിരക്കണം. So they were sentenced to death and it was very hard. അപ്പനെ, അമ്മയെ, 2 പിള്ളേരെയും കൂടെ കൊലസ്ഥലത്തേക്ക് കൊണ്ടുപോകും. So they brought these people to the death. എന്നിട്ട് അപ്പനും അമ്മയോട് നിൽക്കുമ്പോൾ 2 പിള്ളേരെ അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, പിള്ളേരുടെ തല വെട്ടാൻ പോവാണ്. യേശുവിനെ ധരിക്കാൻ തയ്യാറായ എല്ലാം വരാം, അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ കൊല്ലുന്നു. So they're asking the father, they brought the 2 children and said, if you're going to refuse Jesus, please save your children, otherwise their heads are going എന്റെ to come. പ്രിയപ്പെട്ടവരെ, കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരെ ഒഴുകുമ്പോഴും ആ സഹോദരിയും സഹോദരനും, ആ ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ച് പാടിയ പാട്ടാണ് I have decided to follow Jesus. Not turning back, not turning back. The parents were crying and they were singing the song, I've decided to follow Jesus. അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് 2 പിള്ളേരുടെ തല വെട്ടി. And these people, they sliced the head of these 2 children into the തല പിടക്കുമ്പോഴും അപ്പനും അമ്മ പുറകോട്ട് പോയി. Even when the heads were shaking after they were sliced away. ഭാര്യ അങ്ങോട്ട് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം? They called the wife and said, if you want to be saved, if you want to be അദ്ദേഹം പറഞ്ഞു, ലോകം എന്റെ പിൻപിലാണ്, ക്രൂശന്റെ മുമ്പിലാണ്, not turning back. ഞാൻ പിന്മാറില്ല, ഞാൻ മാറില്ല. When they asked the wife, she said, the world is behind me and the cross is before me, I'm not going to turn back. അവസാനം ഭാര്യയെ തലയാർത്തു. And the wife's head was also അവസാനം sliced. ആ മനുഷ്യരും പാട്ടും പാടി നിത്യതയിലേക്ക് പറഞ്ഞു. And then they were singing this song. ഈ സംഭവിച്ച കാര്യം അറിയാമോ? ഈ സംഭവം കഴിഞ്ഞ് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് സ്വസ്ഥതയില്ലായിരുന്നു മനുഷ്യൻ. ഗ്രാമത്തിൽ യേശുവിന്റെ സംരക്ഷണം. And after 1 month, there was no peace among these people and they were saved, the whole village. ആ ദേശം വിളിക്കപ്പെട്ടു. The whole village was ഈ delivered. വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വില കൊടുത്താലേ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. To give the gift to Jesus, then only that will impact your life. വില കൊടുത്താലേ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. To be pay a price for Jesus. ഈ മീറ്റിംഗിന്റെ അവസാന നിമിഷങ്ങൾ In these last moments of the meeting, കൂടി എങ്കിലും ഒരു 2-3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു നിർത്താം. I want to pray and speak. കേട്ടോണ്ടേ ഇരിക്കാം. When you hear this message, പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഈ വരുന്ന അധികമായിട്ട് ജോലി, അപ്പൻ, അമ്മ, പിള്ളേര്, ദൈവം നൽകിയ സകല നന്മകളെ അവർ എന്നോട് സ്നേഹമുണ്ടോ? Holy Spirit is asking, do you love me more than your family and job and all that you have? അപ്പ ചങ്ക് പറിച്ച് അവനെ സ്നേഹിച്ചിട്ടും തിരികെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. Even though you love me so deeply, I was not able to love പക്ഷേ you back. ആ പരാജയങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് But recognizing all these failures, ഞാൻ തിരികെ വരിക. I'm coming back, oh Father. എനിക്കങ്ങനെ സ്നേഹിക്കണം, I want to love you. എനിക്കങ്ങനെ ഫോളോ ചെയ്യണം. I want to follow you. അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. I don't want to life without you. അങ്ങനെ കയ്യെ പിടിച്ച് ഞാൻ നടന്നാൽ മതി. Please hold my hand and walk. എന്റെ സ്നേഹത്തിൽ ഞാൻ ഫെയിലായിട്ടുണ്ട്, പക്ഷെ അധികം ശ്രമിക്കാം, സമർപ്പിക്കുക. I failed in your love, but I want to love you more. എന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, എന്നെ കുറിച്ചുള്ള വിളി അതെന്തായാലും അത് ഞാൻ ചെയ്യാം. What is your calling for me? I will do that, O Master. I love you, Jesus. I love you, Jesus. അങ്ങനെ ഹൃദയത്തിനകത്ത് താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ മാത്രം കരം ഉയർത്തി.
If you have that feeling inside you, please raise your hand. പരിശുദ്ധാത്മാവിനെ തൊട്ട 100% ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മാത്രം കരമുയർത്തും. If the Holy Spirit is talking inside you and you're sure, please raise your hand. കരമുയർത്തിയവർ മാത്രം നിന്നാട്ട് ബാക്കിയുള്ളവരോട് പ്രാർത്ഥിച്ചാൽ മതി. Those who raise their hand, please come forward. Others can pray. You can stand there. പരിശുദ്ധാത്മാവ് തൊട്ട 100% അങ്ങനെയുള്ളവർ മാത്രമേ എഴുന്നേക്കാവൂ കേട്ടോ. If you feel the Holy Spirit has touched you, please stand. കർത്താവ് എന്നെ തൊടുകയായിരുന്നു. എനിക്ക് യേശുവിനെ അധികം സ്നേഹിക്കും. I want to love Jesus more. ഇരിക്കുന്നവരും ഇതിനൊന്നും പ്രാർത്ഥിച്ചാൽ നാം തുറന്ന് ആയിരിക്കല്ലേ, നിർവികാര്യമായി തിരിക്കരുത്. ചില മിനിറ്റുകൾക്കുള്ളിൽ മീറ്റിംഗ് അവസാനിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ തൊട്ട 100% കർത്താവ് ഹൃദയത്തിലൊക്കെ തുറപ്പ് തരുന്ന പ്രിയപ്പെട്ടവർ മാത്രം എഴുതി നിന്നാൽ മതി. അങ്ങനെയുള്ളവർ നാം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാൽ I love you Jesus. ഞങ്ങളെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞങ്ങളിലേക്കൊന്ന് പകരണേ. എല്ലാവരും മക്കളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, നാം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ജീസസ്, we love you Jesus, we love you Jesus, we love you Jesus, we love you Jesus, we love you Jesus. ഞങ്ങളെ സ്നേഹിക്കും. അതെന്തൊന്ന് സ്നേഹിക്കാം. അതെങ്ങനെ കര ഉയർത്തിയോ, കര പഠിച്ചോ, കാല് കുറഞ്ഞോ, അന്യഭാഷ പറഞ്ഞോ, ആ സ്നേഹമാകട്ടെ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ ഇതമാക്കു ചിന്തിച്ചറിയാം. അമ്മേ ദൈവമേ